ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണം 367 ഭാഗം. ഇന്ന് പുതുവർഷ പുലരി 2021 ജനുവരി 1 വീണ്ടും ആരംഭിക്കാൻ, ഇന്നലകളുടെ തുടർച്ചയിലേക്ക് പ്രാർത്ഥനയോടുകൂടി പ്രവേശിക്കുവാൻ, ഈ ഏറ്റവും ചെറിയവനെ വീണ്ടും പാകപ്പെടുത്തിയതിന്, ഇങ്ങനെ പരുവപ്പെടുത്തിയതിന് 1000 നന്ദി. ഇന്ന് 1-ാം ദിനം. പണ്ട് മുതലേ ഇങ്ങനെയാണ്. ഇന്നിൻ്റെ തലേന്ന് മുതൽ ഇന്നും നാളെയുമൊക്കെ പൊരിഞ്ഞ ഉത്സാഹത്തിലാണ്, മുടിഞ്ഞ ആവേശത്തിലും. എന്നാലും നന്നായി ഉള്ളിനറിയാം, ഇത് ആരംഭത്തിൽ മാത്രമേ കാണൂ. അങ്ങേയറ്റം 3-4 ദിവസങ്ങൾ അതൊന്ന് കഴിയട്ടെ, അപ്പോൾ അറിയാം ശരിയായ ഞാൻ ആരാണെന്നും എങ്ങനെയാകുമെന്നും. പുതുവർഷത്തിൻ്റെ സുദിനത്തിലായിരിക്കുമ്പോൾ ഇങ്ങനെ തുടങ്ങേണ്ടി വരുന്നു എന്നത് ജീവിതത്തിൻ്റെ പഴയകാല അനുഭവം ഓർമ്മയിൽ തിളക്കത്തോടെ അവശേഷിക്കുന്നത് കൊണ്ടാണ്. യേശുവിനേക്കാൾ എന്നെ അമ്പരിപ്പിക്കുന്നത് ആ സ്ത്രീയും, ആ സ്ത്രീയേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അവൾ എത്തിച്ചേർന്ന ആ പട്ടണത്തിലെ വാസികളുമാണ്. സമരിയക്കാരി സ്ത്രീയുടെ ഒരു വചനമുണ്ട് സുവിശേഷത്തിൽ. അത് ഒരു തിരുവചനമാവുന്നു. പതിയെ പതിയെ കുറച്ച് സ്ത്രീത്വത്തോടുകൂടി, അത്തരം ചില ആദരവോടുകൂടി ഒന്ന് തപ്പിയെടുത്ത് വായിക്കേണ്ടതാണ്. ഞാൻ ചെയ്ത കാര്യങ്ങളെയെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ. ഇവൻ തന്നെ ആയിരിക്കുമോ ക്രിസ്തു? ഒരു സ്ത്രീയെ യേശുവിനെ കണ്ടെത്തിയതാണ്, അതും ഒരു മനുഷ്യനായിട്ട്. നമ്മളൊക്കെ ആവട്ടെ, ദൈവങ്ങളെപ്പോലെയോ പ്രഭുക്കന്മാരെ പോലെയോ ചക്രവർത്തിമാരെ പോലെയോ ഒക്കെ ജീവിക്കുമ്പോൾ, പ്രപഞ്ചത്തിൻ്റെയും ഉടയവനായ, സകലത്തിൻ്റെയും സൃഷ്ടാവായവൻ ഭൂമിയിൽ അവതരിച്ച് ജീവിച്ചപ്പോൾ ഒരു സാധാരണ സ്ത്രീക്ക് പോലും തോന്നുന്നുണ്ട് അതൊരു സാധാരണ മനുഷ്യനാണെന്ന്. മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ഒരു കഠിനമായ നൊമ്പരത്തിലും വേദനയിലും നിന്ന് വേണം ഈ പുതുവർഷത്തിൻ്റെ ഈ സുദിനം ആദ്യ ചുവട് മുമ്പോട്ട് വെക്കാനായിട്ട്. നഷ്ടപ്പെട്ട് പോകാതെയും അതേപടി ഇത് ഈ സമരിയക്കാരി സ്ത്രീയുടെ പിന്നീട് നമുക്ക് തിരുവചനമായി തോന്നാവുന്ന ഈ ഒരു വചനം എഴുതി തന്നതിനും സുവിശേഷകനായ യോഹന്നാനോട് നമുക്ക് നന്ദി പറയാം. 4-ാം അധ്യായത്തിൽ നിന്നാണ്. യാക്കോബിൻ്റെ കിണറ്റുകരയിലെ നല്ലൊരു നട്ടുച്ചയാണ് രംഗം. യേശു ഇങ്ങനെ ഒരാളെ കാത്തിരിക്കുകയായിരുന്നു എന്ന് തോന്നിപ്പോകുന്നുണ്ട്. ഇത്രയും ദീർഘമായ വർത്തമാനം പറച്ചിൽ വേറെ ഒരിടത്തും ആരോടും യേശു നടത്തിയതായി കണ്ടുകിട്ടുന്നുമില്ല. പടിപടിയായി ആ സ്ത്രീയെ യേശു പിടിച്ചെടുക്കുകയാണ്, പാകപ്പെടുത്തിയെടുക്കുകയാണ്. ഒടുവിലോ ആ സ്ത്രീ ആവട്ടെ, അവൻ വെള്ളം കോരാൻ കൊണ്ടുവന്ന കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞ കാര്യമാണ് പുതിയൊരു തിരുവചനമായി ഈ പുതുവർഷ പുലരിയിൽ നമ്മൾ വായിച്ചെടുത്തത്. യേശു ആരാണെന്നല്ല ഇനിയുള്ള എൻ്റെ ചോദ്യം, യേശു എനിക്കാരാണ് എന്നാണ്. എന്നെ ഏറ്റവും ആഴത്തിലും ഉയരത്തിലും അറിയാവുന്ന ആളല്ലേ ശരിക്കും യേശു? ഇത്രയ്ക്ക് എന്നെ പിടികിട്ടിയ, എന്നെ പിടിച്ചെടുത്ത മറ്റൊരാളുമില്ല ഈ ഭൂമിയിൽ, ഞാൻ പോലുമില്ല. എനിക്ക് ഒട്ടും തന്നെ എന്നെ പിടുത്തം കിട്ടിയിട്ടേയില്ല. ഇന്ന് പുതുവർഷത്തിലെ ആദ്യ ദിനം. പുതിയതായി ഒന്നാരംഭിക്കുവാൻ ഇതിലും നല്ലൊരു അവസരം വേറെയില്ല. എവിടെ നിന്നാണ്? എനിക്ക് എന്നെ തന്നെ കുറച്ചുകൂടി പിടുത്തം കിട്ടിയേ മതിയാവും. ഞാൻ ഒന്ന് സ്വസ്ഥനായി എന്നിൽ നിന്ന് തന്നെ ആരംഭിക്കട്ടെ. ഞാൻ ആരാണ്? ഞാൻ എവിടെ നിന്ന് വന്നതും
ഒടുവിൽ എവിടേക്ക് പോകേണ്ടതുമായ ആളാണ്. ഞാൻ ഇപ്പോൾ എവിടെയാണ്? ഞാൻ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആയത്? കുറച്ച് ചോദ്യങ്ങളോടുകൂടി തന്നെ പ്രാർത്ഥനയോടെ ആമേൻ.